നമസ്കാരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിണറായി തരംഗം ആഞ്ഞു വീശുകയായിരുന്നു. കേരള ചരിത്രത്തിൽ രണ്ടാമതായാണ് ഏതെങ്കിലും ഒരു മുന്നണിക്ക് 99 സീറ്റുകൾ കിട്ടുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി തരംഗമായിരുന്നു. ദുരന്തത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് പിണറായി പഠിച്ച് പരിശീലിച്ചതിൻ്റെ ഫലമായി മറ്റ് പല കാരണങ്ങളും പ്രീണന രാഷ്ട്രീയം അടക്കമുള്ള പല കാരണങ്ങൾ കൊണ്ടുമായിരുന്നു ഈ വലിയ ഭൂരിപക്ഷം. എന്നിട്ടും 2016 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിലമ്പൂർ MLA PV അൻവർ 2021 കടന്നുകൂടിയത് കേവലം 2,700 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. എന്ന് വെച്ചാൽ അൻവറോടും ഇടതുപക്ഷത്തോടും നിലമ്പൂറുകാർ ഏതാണ്ട് പിണങ്ങിയിരുന്നു എന്നർത്ഥം. പിണറായി തരംഗമുള്ളത് കൊണ്ട് അൻവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അൻവറിനറിയാം ഇടതുമുന്നണിയുടെ ഭാഗമായി ഇനി മത്സരിച്ചാൽ ജയിക്കില്ലെന്ന്. അതുകൊണ്ട് മാത്രമല്ല, അൻവറിൻ്റെ ഉഡായിപ്പുകൾ അൻവർ വിചാരിച്ചതുപോലെ മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രക്തസാക്ഷി പരിവേഷം നേടി ഇടതുകോട്ട വിട്ട് പുറത്തേക്ക് ചാടുകയാണ് അൻവർ. എന്നിട്ട് അൻവർ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പോരാളിയായി ഇവിടുത്തെ UDFിൻ്റെ പിന്തുണയോടെ മുമ്പോട്ട് പോകുന്നു. ഏറ്റവും വിചിത്രമായ ഒരു സംഗതിയാണത്. അൻവറിനെ പോലെ കളങ്കതനായ, കള്ളനായ, അഴിമതിക്കാരനായ, വർഗീയവാദിയായ, ഗുണ്ടയായ ഒരു രാഷ്ട്രീയ നേതാവ്. അൻവറിൻ്റെ പേരില്ലാത്ത കേസുകളൊന്നുമില്ല. അൻവർ പറയാത്ത വൃത്തികേടുകളൊന്നുമില്ല. നിരപരാധികളെ വേട്ടയാടുന്നതിൽ അൻവർ പ്രത്യേക ആനന്ദം അനുഭവിച്ചിരുന്നു. അതിനുവേണ്ടി ഏതു നിരപരാധിയെയും ശപിക്കുക, അവൻ്റെ മേൽ വർഗീയ കിരീടം സ്ഥാപിച്ചു കൊടുക്കുക, അൻവറിനെ വിമർശിക്കുന്ന, അൻവറിൻ്റെ പിണറായിയെ വിമർശിക്കുന്നവരെ മുഴുവൻ അപമാനിക്കുക, തെരുവിൽ വെച്ച് തല്ലാൻ ആഹ്വാനം ചെയ്യുക എന്നതൊക്കെ അൻവറിൻ്റെ വിനോദമായിരുന്നു. മറുനാടനെ മാത്രമല്ല, ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ അൻവർ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടാൻ അങ്ങേയറ്റം വരെ പോയി. ഏഷ്യാനെറ്റുകാർ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു ലഹരി വിരുദ്ധ റിപ്പോർട്ട് അൻവറാണ് നിയമസഭയിൽ അവതരിപ്പിച്ച് അവരെ പോക്സോ കേസിൽ കുടുക്കി വേട്ടയാടാൻ പോയത്. ഒടുവിൽ ഹൈക്കോടതി ആ കേസ് റദ്ദ് ചെയ്തുകൊണ്ട് അതിനിശിതമായ ഭാഷയിൽ സർക്കാരിനെ ചീത്ത വിളിച്ചു. ഇത്തരത്തിൽ അൻവർ ഒരുക്കിയ കെണികളും വൃത്തികേടുകളും കേരളം ഒരിക്കലും മറക്കില്ല. എന്നിട്ടും അൻവർ ഇപ്പോൾ രക്തസാക്ഷി പരിവേഷം നേടി മുമ്പോട്ട് പോകുന്നത് അൻവറിൻ്റെ ഉഡായിപ്പുകൾ, തട്ടിപ്പുകൾ, വർഗീയത ഇനി നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. അൻവർ വിചാരിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും കമ്മ്യൂണിസ്റ്റ് ചൈനയിലേതുപോലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനിലേതുപോലെ എതിരാളികളെ കൊന്നുകളയുക, അല്ലെങ്കിൽ അവസാന നിമിഷം വരെ പിടിച്ച് ജയിലിലടയ്ക്കുക എന്ന ഒരു രീതിയായിരുന്നു. നടക്കാതെ പോയി. ആ നടക്കാതെ പോയതുകൊണ്ട് അൻവർ നീതിമാന്റെ വേഷം കെട്ടി മറുനാടൻ്റെ വാക്ക് കടമെടുത്ത് പിണറായിസം എന്ന് പറഞ്ഞ് ചമഞ്ഞൊരുങ്ങി നടക്കുകയാണ്. ഈ അൻവറിൻ്റെ വർഗീയ കെണിയിൽ, അഴിമതിക്കെണിയിൽ UDFുകാർ വീണു പോയിട്ടുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിലെല്ലാം അൻവറിന് മുൻനിരയിൽ സീറ്റാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് ഒരു കൺവെൻഷൻ നടത്തി. അവിടെയും ഒന്നാം നിരയിൽ അൻവറിന് ഇടമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ എന്ത് പരിപാടി ഇവിടെ നടത്തിയാലും അൻവറിനെ പിടിച്ച് മുൻനിരയിലിരുത്തും. ഈ അൻവറിനെ പോലെ കളങ്കിതനായ ഒരുത്തിനെ കൂടെ കൂട്ടുന്നത് കോൺഗ്രസിന്റെ സാധ്യത ഇല്ലാതാക്കുമെന്ന് തിരിച്ചറിയുക. അൻവറിന്റെ സഹായം എന്തിനാണ് UDFിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ? ഒരു ആവശ്യവുമില്ല. ഒന്ന്, അൻവർ കഷ്ടി ജയിച്ച ആളാണ്. പിണറായിയുടെ എല്ലാ തിന്മകളുടെയും പ്രതീകമായി നിലമ്പൂറുകാർ കാണുന്ന മനുഷ്യനാണ് അൻവർ. ഇപ്പോൾ അയാൾ എന്ത് വേഷം കെട്ടിയാലും എന്ത് വൃത്തികേട് പറഞ്ഞാലും നിലമ്പൂറുകാർക്ക് മറക്കാൻ കഴിയില്ല. നിലമ്പൂറുകാർക്ക് അറിയാം അൻവറിന്റെ തനിക്കൊണം. എന്ന് മാത്രമല്ല, എത്രയോ ശക്തമായ പിണറായി വിരുദ്ധ വികാരം, UDF അനുകൂല സാഹചര്യം കേരളത്തിലുണ്ട്. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. കേരളം കണ്ട ഏറ്റവും മഹാന്മാരായ 2 നേതാക്കളാണ് ഈ നിയമസഭ തുടങ്ങിയതിന് ശേഷം മരിച്ചുപോയത്. ഉമ്മൻചാണ്ടിയും PT തോമസും. 2021 തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും ഉമ്മൻചാണ്ടി ജയിച്ചത് കേവലം 9,044 വോട്ടുകൾക്കാണ്. കേവലം 9,000 വോട്ടുകൾ. ഉമ്മൻചാണ്ടിയെ പോലെ മഹാനായ ഒരു മനുഷ്യൻ സ്വന്തം നാട്ടിൽ ജയിച്ചത് കേവലം 9,000 വോട്ടുകൾക്കാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഗുണഗണങ്ങളൊന്നും ലെവലേശമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ആ ചാണ്ടി ഉമ്മൻ എന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 37,719 വോട്ടുകൾക്കാണ്. ഉമ്മൻചാണ്ടിയേക്കാൾ മിടുക്കനായതുകൊണ്ടാണോ പുതുപ്പള്ളിക്കാർ ചാണ്ടിയമ്മന് 37,000 വോട്ടിന് ഭൂരിപക്ഷം കൊടുത്തത്? ഉമ്മൻചാണ്ടിക്ക് കൊടുത്തതിനേക്കാൾ ഏതാണ്ട് 27,000 വോട്ടിന് ഭൂരിപക്ഷം കൂടുതൽ കൊടുത്തത് അല്ല. പിണറായിയോടുള്ള ഈ സർക്കാരിനോടുള്ള വിരോധമാണത്. ഇത് തന്നെയാണ് തൃക്കാക്കരയിൽ സംഭവിച്ചത്. ഏറ്റവും ആദർശശുദ്ധിയുള്ള സത്യസന്ധനായ MLA ആയിരുന്നു PT തോമസ്. PT തോമസിന് 2021 14,329 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് ഭൂരിപക്ഷം. തൃക്കാക്കരയുടെ ചരിത്രത്തിൽ വലിയ ഭൂരിപക്ഷമല്ലത്. ആ 14,329 വോട്ട് PT തോമസിന്റെ ഭാര്യയായി ഉമാ തോമസ് മത്സരിച്ചപ്പോൾ 25,016 വോട്ടായി കൂട്ടി. 25,010 വോട്ട്, 11,000 വോട്ട് കൂടി. എന്താ PT തോമസിനേക്കാൾ മിടുക്കിയാണ് ഉമാ തോമസ് എന്നതുകൊണ്ടാണോ? അല്ല.
അത്രമാത്രം പിണറായിയെ ഇവിടുത്തെ ജനങ്ങൾ വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ കേവലം 2700 വോട്ടിന് ജയിച്ച അൻവറിൻ്റെ സ്ഥാനത്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു 25,000 വോട്ടിനെങ്കിലും UDF ജയിക്കും. ഒരു തർക്കവും വേണ്ട. അൻവർ തലകുത്തി മറിഞ്ഞാലും UDFിൻ്റെ വിജയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അൻവർ ഞാനിപ്പോൾ തോപ്പിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നല്ലോ പാലക്കാട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് എങ്ങനെയാണ്? അൻവർ തുണച്ചിട്ടാണ്? അല്ല, അൻവർ വരട്ടാൻ നോക്കിയിരുന്നു, സ്ഥാനാർത്ഥിയെ മാറ്റാൻ നോക്കിയിരുന്നു. പക്ഷെ കോൺഗ്രസ് അന്തസ്സായി അവരുടെ സ്ഥാനാർത്ഥി നിലനിർത്തി. ഇതേ സാഹചര്യമാണ് നിലമ്പൂരിലുമുള്ളത്. അൻവറും നിലമ്പൂരിൽ ഒരു സ്വാധീനവുമില്ല. ഈ വാചകമൊഴി മാത്രമേ ഉള്ളൂ. അൻവറിന്റെ പിന്തുണയ്ക്ക് പുറകെ കോൺഗ്രസ് പോയാൽ നാണം കെടും. അതുകൊണ്ട് ദയവായി അൻവർ പറയുന്നത് പോലെ ചെയ്യരുത്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അൻവർ പറയുന്നു ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറെ മുന്നണിയിൽ എടുക്കണം, ഇല്ലെങ്കിൽ എന്തോ ചെയ്യുമെന്ന്. എന്താ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യാൻ പറയണം. അതാണ് ചെയ്യേണ്ടത്. അൻവറെ മുന്നണിയിൽ എടുത്തില്ല എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. UDF നല്ല ഭംഗിയായി ജയിക്കും. ആരെ നിർത്തിയാലും ജയിക്കും, ഏത് കുറ്റിച്ചൊല്ലം നിർത്തിയാലും ജയിക്കും. അടുത്ത വിഷയം, ആരെയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതും മുമ്പ് നിൽക്കുന്ന 2 പേരുകളാണ്. VS ജോയി എന്ന DCC പ്രസിഡന്റും ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലമ്പൂരുകാരനായ നേതാവും. ഇവർ 2 പേരിൽ ആരെ തന്നെ 2 പേരും മിടുക്കന്മാരാണ്. VS ജോയിക്ക് എല്ലാ കൂട്ടരുടെയും പിന്തുണയുണ്ട്. മാന്യനായ നേതാവാണ്. VS ജോയിയെ നിർത്തിയാൽ നന്നായിട്ട് ജയിക്കും, ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. VS ജോയി അവിടെ സ്ഥാനാർത്ഥിയായി ജയിക്കും. പക്ഷേ നിലമ്പൂരിൽ മത്സരിപ്പിക്കേണ്ടത് VS ജോയി അല്ല, ആര്യാടൻ ഷൗക്കത്തിന്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവിടെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം DCC പ്രസിഡന്റ് ആയിരിക്കുന്ന എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ് മുസ്ലിം, പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല എറണാകുളം ജില്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളിവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാവരും പരിഗണിക്കുന്നത്, CPM പോലും പരിഗണിക്കുന്നത് മതമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഭൂരിപക്ഷമായ ആ മണ്ഡലത്തിൽ ഏതാണ്ട് 45% വോട്ടുകൾ മുസ്ലിങ്ങളുള്ള ആ മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അൻവർ എൻ്റെ സ്ഥാനാർത്ഥിയാണ് ജോയി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. അതിൽ 2 ദുഷ്ടലാക്കുണ്ട്. ഒന്ന്, ഷൗക്കത്തിനോടുള്ള വിരോധം. ഷൗക്കത്ത് എന്ന് പറയുന്ന ആൾ ഈ അൻവറിൻ്റെ ഉടായ്പിന് കൂട്ടു നിൽക്കുന്ന ആളല്ല. മറുനാടനെ വേട്ടയാടാൻ വേണ്ടി അൻവർ രംഗത്തിറങ്ങിയപ്പോൾ തൻ്റെ ഇടത്തോടുകൂടി മറുനാടനെ പിന്തുണച്ച് പാരമ്പര്യം ഷൗക്കത്തിനുണ്ട്. അതുകൊണ്ട് അൻവറിനെ ഷൗക്കത്തിനെ കണ്ടുകൂടാ, ഷൗക്കത്തിൻ്റെ എതിരാളിയാണ്. ഒരു കാട്ടിൽ 2 സിംഹങ്ങൾ വേണ്ട എന്നാണ് അൻവറിൻ്റെ വിചാരം. അതുകൊണ്ട് ഷൗക്കത്ത് അവിടുത്തെ MLA ആവുന്നത് അൻവറിന് വിചാരിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് VS ജോയിയെ അൻവർ ഉയർത്തിക്കാട്ടുന്നത്. 2, താൻ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് അൻവറിന് ക്രൈസ്തവരുടെ പിന്തുണ വേണം. ഏറ്റവും അധികം ക്രൈസ്തവരെ അപമാനിച്ച, ഉപദ്രവിച്ച നേതാക്കളിൽ ഒരാളാണ് അൻവർ. ഇപ്പോൾ ക്രൈസ്തവ സ്നേഹത്തിന് പുറകെ നടക്കുന്നത്. കാരണം തിരുവമ്പാടിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് അൻവറിന് കീഴടങ്ങുന്നതിന് തുല്യമാവും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ജോയി നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ജോയിയേക്കാൾ നിലമ്പൂരിൽ മത്സരിക്കാൻ അർഹത ആര്യാടൻ ഷൗക്കത്തിനാണ്. ആര്യാടൻ്റെ പിതാവ് പരമ്പരാഗതമായി കാത്തു പരിപാലിച്ചിരുന്ന മണ്ഡലമാണ്. ഷൗക്കത്ത് തോൽക്കാനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന്, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക്. 2, മുസ്ലിം ലീഗിനുണ്ടായിരുന്ന അതൃപ്തി. ആ അതൃപ്തിയൊക്കെ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് അവിടെ തന്നെ വളർന്ന് ആ നാട്ടുകാർക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് ആ നാട്ടിൽ സ്വാധീനമുണ്ട്. അയാളാവണം ആ നാട്ടിലെ ജനപ്രതിനിധി. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്താണ് അവിടെ സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ, എല്ലാ അർത്ഥത്തിലും യോഗ്യൻ. ജോയി മത്സരിച്ചാലും ജയിക്കും, ഷൗക്കത്ത് മത്സരിച്ചാലും ജയിക്കും. പക്ഷെ കൂടുതൽ യോഗ്യൻ ഷൗക്കത്താണ്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അൻവറിന് മുമ്പിൽ കീഴടങ്ങിയതിന് തുല്യമാവും. അതേസമയം ജോയിയെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കാൻ മറ്റ് മണ്ഡലങ്ങളുണ്ട്. ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ ലീഗ് ഒരു സീറ്റ് കൊടുക്കട്ടെ. ലീഗിന് ഭൂരിപക്ഷം എത്രയോ മണ്ഡലങ്ങൾ മലപ്പുറംകാരനാണല്ലോ ജോയി. അല്ലെങ്കിൽ തിരുവമ്പാടിയിൽ മത്സരിക്കാം. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ഷൗക്കത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്, മറക്കരുത്. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഇല്ലിപ്പോൾ. കാശുള്ളത് കൊണ്ട് മാത്രം അൻവറിനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതാണ്. അൻവർ പോയതിന് ശേഷം അവർക്ക് അവിടെ പറ്റിയൊരു സ്ഥാനാർത്ഥിയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഷൗക്കത്തിന് അതിർത്തി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കും. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പീലിപ്പോസ് തോമസിനെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്ന് CPM മത്സരിപ്പിച്ചത് നമുക്കൊക്കെ അറിയാം. അത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ CPM സ്ഥാനാർത്ഥിയാക്കാൻ അവസരം കാത്തിരിക്കുകയാണ്. ആ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നാട്ടിൽ അവഗണിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു പക്ഷേ അത് വലിയ തിരിച്ചടിക്ക് കാരണമാവാം. അങ്ങനെ ഷൗക്കത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആയാലും ജയിക്കണമെന്നൊന്നുമില്ല. എങ്കിൽ പോലും കോൺഗ്രസിന് വിജയസാധ്യത അത് ബാധിച്ചെന്ന് വരാം. അതുകൊണ്ട് അൻവറിൻ്റെ കെണിയിൽ പോയി വീടരുത്, തല വെച്ചു കൊടുക്കരുത്. ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കണം UDFന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി. അങ്ങനെ വേണം അൻവറിൻ്റെ അഹങ്കാരത്തിന്, വൃത്തികെട്ട രാഷ്ട്രീയത്തിന് മറുപടി കൊടുക്കാൻ. അൻവറിൻ്റെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന് മുമ്പിൽ കീഴടങ്ങിയാൽ പിന്നെ UDF നേതാക്കൾ നിങ്ങളുടെ കഥ കഴിഞ്ഞു.
ഇതുപോലെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നടത്തുന്ന കളങ്കിതനായ ഒരു നേതാവ് കേരളത്തിലില്ല. അത്തരം വൃത്തികെട്ട ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല, അവർ അവസാനിക്കേണ്ടതാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം എടുക്കുക. സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPS ഓഫീസറോട് സംസാരിക്കുന്നു. അയാൾ വാട്സാപ്പിലാണ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്. വാട്സാപ്പിൽ വിളിച്ചപ്പോൾ മറ്റൊരു ഫോണിലൂടെ ഈ സംഭാഷണം മുഴുവൻ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നു. ഇതിനേക്കാൾ അധാർമികമായി എന്തുണ്ട്? ഒരാളുടെ വിശ്വാസത്തോടു കൂടി ഒരാളോട് സംസാരിക്കുന്നു, പറയുന്ന ആളെ പറയരുതാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, അത് പുറത്തുവിടുന്നത് അധാർമികമാണ്, ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ എതിരാളികളോട് പോലും മാന്യതയുള്ളവർ ചെയ്യില്ല, പൊതുപ്രവർത്തകർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ്. ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിടുക, അതിന് പേര് വിലപേശുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റത്തെ വൃത്തികേടാണ്. നാളെ സകല കോൺഗ്രസ് നേതാക്കളുടെയും സകല ലീഗ് നേതാക്കളുടെയും കിടക്കറയിൽ പോയി ഇയാൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടും. അത്ര ഉളുപ്പില്ലാത്ത നേതാവാണ് അൻവർ. അൻവറിനെ കൂടെ കൂട്ടിയാൽ തീർച്ചയായും കോൺഗ്രസിനും UDF-നും പണി കിട്ടും. അകലെ നിർത്തുന്നതാണ് നല്ലത്. അൻവറിനെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, അത് മുതലെടുത്തോളുക. പിണറായി വിജയനെതിരെയുള്ളൊരു വികാരം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കാൻ അൻവറിന് സാധിച്ചിട്ടുണ്ട്, അത് ഗുണകരമാണ്, അത് മുതലെടുക്കുക. അതിനുവേണ്ടി അൻവറെ ചുമക്കേണ്ട ഒരു ബാധ്യതയും UDF ഏറ്റെടുക്കരുത്. അത് തിരിച്ചടിയാവും, പണി കിട്ടും.